ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് സാർ. മക്കളെ എല്ലാവർക്കും സുസ്വാഗതം. ഓക്കേടാ, നമ്മുടെ HTML കോഡ്, നമുക്ക് HTML എന്ന് പറഞ്ഞ ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ഇയർ നമുക്ക് C++ പ്രോഗ്രാം വരെ ചോദിച്ചില്ലെങ്കിലും നമുക്ക് ചോദിക്കുന്ന വളരെ അത്യാവശ്യം ഒരു കാര്യമാണിത് HTML കോഡ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ എന്ത്, ഇതേപോലെ H2SO4 നമ്മൾ തമ്മിൽ തന്നേക്കുന്ന H2SO4 A² + B² എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടന്റ് ഒക്കെ നമുക്ക് HTML കോഡ് വെച്ച് റൈറ്റ് ചെയ്യാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് പഠിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരു 3 to 4 മാർക്ക് കിട്ടിയിരിക്കും. കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ? ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. H2SO4 നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം മക്കളെ? H2SO4 തന്നെ കൂടുതൽ തവണ എക്സാമിന് കണ്ടു വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് നോക്കുക. എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സിൽ 2 ടാഗ്സിലാണ് സബ് ടാഗ് ആൻഡ് സൂപ്പ് ടാഗ്, 2 ടാഗ്സ്. ഓക്കെ, സബ് ടാഗ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റും സൂപ്പ് ടാഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് എന്ത് H2SO4ഉം. ദെൻ ഇതുപോലെ സ്ക്വയർ ജസ്റ്റ് എന്താണ് ഈ സ്ക്വയർ ഒക്കെ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗ്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നോക്കാം. H2SO4 റൈറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് H റൈറ്റ് ചെയ്തു. അതാണ്ട് H2SO4 2 താഴെ എല്ലി എടുക്കും. താഴെ ആ Hന്റെ താഴെ എല്ലി. അപ്പോൾ അതുകൊണ്ട് ഏത് ടാഗ് യൂസ് ചെയ്യാം? സബ് ടാഗ് യൂസ് ചെയ്യുക. ക്ലിയർ? അപ്പൊ സബ് ടാഗ് ഓപ്പൺ ചെയ്തു. ഓക്കെ, 2 താഴെയാണ്. സോ 2 കൊടുത്തു. സബ് ടാഗ് 2 മാത്രമേ താഴെയുള്ളൂ. SO എന്താണ് മുകളിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? 2ന്റെ ആവശ്യം കഴിഞ്ഞു എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സബ് ടാഗിന്റെ യൂസ് ചെയ്യും എന്ത് ചെയ്യാം? സബ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. SO4. അപ്പോൾ SO ജസ്റ്റ് മുകളിൽ തന്നെയാണ്. അപ്പോൾ SO എഴുതി. 4 താഴെയാണോ മുകളിലാണോ? 4 താഴെയാണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് സബ് ടാഗ് ഓപ്പൺ ചെയ്തു. 4 എഴുതി. സബ് ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ താഴെ വരാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കണ്ണൊരു താഴെ വരാൻ സബ് ടാഗ് കൊടുക്കാം, മുകളിൽ വരാൻ സൂപ്പ് ടാഗ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A² + B² നോക്കാം. A² + B² എന്ന് പറഞ്ഞതായിരിക്കും. ഫസ്റ്റ് നോക്കാം. A കൊടുത്തു. 2 മുകളിലല്ലയോ? 2 മുകളിലാവുമ്പോൾ എന്തായിരിക്കും? ഏത് ടാഗ് യൂസ് ചെയ്യാം? സൂപ്പ് ടാഗ് യൂസ് ചെയ്യാം. നോക്കാം. സൂപ്പ് ടാഗ് ഓപ്പൺ ചെയ്തു. 2 യൂസ് ചെയ്തു. ദെൻ സബ് ടാഗ് അല്ല സൂപ്പ് ടാഗ് കേട്ടോ. ഓക്കെ, സൂപ്പ് ടാഗ് ഓപ്പൺ ചെയ്തു. 2 കൊടുത്തു. സൂപ്പ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് B കൊടുത്തു. 2 മുകളിലാണ്. അപ്പോൾ സൂപ്പ് ടാഗ് ഓപ്പൺ ചെയ്തു. 2 കൊടുത്തു. സൂപ്പ് ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം മുകളിൽ വരണം എന്തെടുക്കുക? സൂപ്പ് ടാഗ് കൊടുക്കാം. ദെൻ താഴെ പറഞ്ഞെങ്കിൽ സബ് ടാഗ് കൊടുക്കാം. നെക്സ്റ്റ് അടുത്ത് നോക്കാം. NO2SO3. ഓക്കെ, NO2SO3 എങ്കിൽ നോക്കാം. NO2SO3 നോക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം. NO ദെൻ സബ് ടാഗ് കൊടുത്തു. 2 കൊടുത്തു. സബ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ SO 3 താഴെയാണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് സബ് ടാഗ് കൊടുത്തു. 3 കൊടുത്തു. സബ് ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞേ. ഓക്കെ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. A താഴെ 1, B², C താഴെ 1, 2Z4 ഇതിൻ്റെ കോഡ് നിങ്ങളെല്ലാവരും ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും എല്ലാവരും അങ്ങനെ കമൻറ്റ് ചെയ്യണം. ഇത് പഠിച്ച് ഇത് ആൻസർ ചെയ്ത് നിങ്ങൾ അർത്ഥം എന്താണ്? നിങ്ങളിത് പഠിച്ചു എന്നാണ്. സോ എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യണം. ഉഷാറായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ഗുഡ് ബൈ.